പുരുഷനും ആർത്തവം വേണം എങ്കിലേ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു ശക്തമായ നിരീക്ഷണം വന്നിരിക്കുന്നത്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ? തീർച്ചയായിട്ടും സുപ്രീം കോടതി വളരെ അർത്ഥവത്തായൊരു വളരെ എന്താ പറയുക പ്രസക്തിയുള്ളൊരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. പുരുഷന് ആർത്തവം വേണം എങ്കിലേ ഈ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ എന്നാണ്. അതിലേക്ക് നയിച്ചത് നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നടപടിയാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത്. കോടതിക്ക് വലിയ ദേഷ്യം വന്നു. സുപ്രീം കോടതി ഒരു വിഷയം പരിഗണിച്ചപ്പോഴാണ് ഈ കാര്യം കോടതി ഇങ്ങനെ എടുത്തു ചോദിക്കേണ്ടി വന്നത്. അതായത് 2 വനിതാ ജഡ്ജിമാരുടെ പ്രവർത്തനം, അവരുടെ പ്രവർത്തന മികവ് വിലയിരുത്തും. ഈ കോടതികളിലൊക്കെ അങ്ങനെയാണ്. ജഡ്ജിമാരുടെ പ്രവർത്തന മികവ് മുകളിലെ, അതായത് മേൽക്കോടതികളിലെ ജഡ്ജിമാർ വിലയിരുത്തും. അപ്പോൾ സെഷൻസ് കോടതിയിലേത്, ജില്ലാ കോടതിയിലേതൊക്കെ ഹൈക്കോടതി ജഡ്ജിമാർ വിലയിരുത്തും. ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ വിലയിരുത്തും. പിന്നെ അവിടെ അതിനൊരു കൊളീജിയം ഉണ്ട്. ആ കൊളീജിയം സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് അവരുടെ ഈ ജുഡീഷ്യറിയിൽ ഉണ്ടായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വീഴ്ച പറ്റിയത് എവിടെയാണ്, ഇതൊക്കെ വിലയിരുത്തും. അങ്ങനെ മധ്യപ്രദേശ് ഹൈക്കോടതി കീഴ്ക്കോടതിയിലെ വനിതാ ജഡ്ജിമാരെക്കുറിച്ച് നടത്തിയ അവരുടെ പ്രവർത്തന മികവ് പരിശോധിച്ച ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് സുപ്രീം കോടതി ഈ തരത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത്. അതായത് ആർത്തവം ഉണ്ടാകണം, ആർത്തവം ഉണ്ടായാൽ പുരുഷനും ആർത്തവം ഉണ്ടാകണം. അങ്ങനെ ആർത്തവം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. 2 വനിതാ ജഡ്ജിമാർ അവരുടെ പ്രവർത്തന മികവ് നോക്കിയപ്പോൾ ഹൈക്കോടതി അവരെ വല്ലാണ്ട് ശാസിച്ച് മാറ്റി നിർത്തി. അവരെ ഈ ജുഡീഷ്യറിയിൽ നിന്ന് മാറ്റി നിർത്തി. 1 വർഷം 2 കേസിൽ മാത്രമാണ് അവർ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്, അതിലൊരു ജഡ്ജി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കോടതി പരിശോധിച്ചപ്പോൾ ഈ വനിതാ ജഡ്ജിക്ക് പിന്നെ എന്താ പറയുക, ഒരു വിവാഹിതയായി ഗർഭം ധരിച്ചു. ആ ഗർഭം അലസിപ്പോയി. അതിനെ തുടർന്നുള്ള ചികിത്സയും വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വന്നു. ആ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവർ വിധേയമായപ്പോൾ നിരവധി ദിവസം അവധിയിൽ പ്രവേശിക്കുകയും അവർക്ക് കേസ് കേൾക്കാതിരുന്ന ഒരവസ്ഥയും ഉണ്ടായി. ഇത് മനസ്സിലാക്കാതെ, ഇതിനെ ഉൾക്കൊള്ളാതെ ഹൈക്കോടതി അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാണ് സുപ്രീം കോടതിയെ വല്ലാണ്ട് ദേഷ്യമുണ്ടാകാൻ, സുപ്രീം കോടതിയെ ചൊടിപ്പിക്കാൻ കാരണം. എന്നാൽ ഇത് സ്ത്രീകളുടെ ഈ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ കോടതി? അപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആദ്യം തന്നെ അതൃപ്തി അറിയിച്ചു മധ്യപ്രദേശ് ഹൈക്കോടതിയെ. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. സുപ്രീം കോടതിക്ക് ഇതിൽ വലിയ അതൃപ്തിയുണ്ട്. ഇത് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അവരത് ആദ്യം തന്നെ വാക്കാൽ പറയുകയാണ്, ഈ പുരുഷന്മാർക്കും ആർത്തവം വേണം എങ്കിലേ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ, ഈ ഗർഭധാരണവും അത് അലസിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലാതെ അവർക്കിത് മനസ്സിലാകില്ല എന്നാണ് BV നാഗരത്നയുടെ നിരീക്ഷണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 2 ജഡ്ജിമാരുടെയും പ്രവർത്തന മികവിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ഒരു ജഡ്ജിയുടെ സഹോദരന് അർബുദം ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചുപോയി എന്ന് തോന്നുന്നു. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് അവധിയെടുക്കേണ്ടി വന്നു. ഇതെല്ലാം പരിഗണിക്കാതെ, ഈ മാനുഷികമായ പരിഗണന കൊടുക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് അവരെ ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്ന്, നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് തെറ്റായിപ്പോയി എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വ്യക്തമാക്കുന്നത്. വനിതാ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ അവർക്ക് ചില പരിഗണനകൾ പ്രത്യേകം കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് അങ്ങനെ കൈകാര്യം ചെയ്യാതെ അവരെയും പുരുഷന്മാരെ പോലെ, പുരുഷന്മാർ ജോലി ചെയ്യുന്നത് പോലെ അവരും ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് തെറ്റാണ്. ഗർഭിണിയാകുക, ഗർഭം ധരിക്കുക, പിന്നീട് അത് അലസിപ്പോവുക, ഇതൊക്കെ സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ജഡ്ജിയായി എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാനും ഗർഭം ധരിക്കാതിരിക്കാനും അമ്മയാകാതിരിക്കാനും ഒക്കെ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അവരെ മറ്റേത് ജോലിയും ചെയ്യുന്നത് പോലെ തന്നെ ഈ ജോലി ചെയ്യുമ്പോഴും ഇത് ഒരു ജോലിയായിട്ടാണ്, ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനിടയിൽ അവർക്ക് വിവാഹം കഴിക്കണം, അവർക്ക് കുടുംബം ഉണ്ടാകണം, അവർ അമ്മയാകണം, ഗർഭം ധരിച്ച് പ്രസവിക്കണം. ഇതൊക്കെ അവരുടെ എന്താ പറയുക, ഒരു പൗരന് നൽകുന്ന, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വേണ്ടെന്ന് വയ്പ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വേണം ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടാൻ. ഈ കേസ് വീണ്ടും 12-ന് വാദം തുടരും. ഡിസംബർ 12-ാം തീയതി വാദം തുടരാൻ മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി.
എന്തായാലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ ശരിയാണ്, അല്ലേ? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇടയ്ക്ക് കേന്ദ്ര സർക്കാരിൽ ഒരു വലിയ ചർച്ച വന്നു. എന്താ ഈ ആർത്തവ കാലത്ത് സ്ത്രീക്ക് അവധി അനുവദിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. എനിക്ക് ഇപ്പോൾ പ്രസവത്തിൻ്റെ അവധി തന്നെ 6 മാസം വരെ നീട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിലൂടെ. അതായത് 6 മാസം പ്രസവശേഷം 6 മാസം അമ്മ വിശ്രമത്തിലായിരിക്കണം, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. ആ കുഞ്ഞിൻ്റെ അവകാശമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്, അല്ലേ? അമ്മയുടെ പാല് കുഞ്ഞിൻ്റെ അവകാശമാണ്, അത് നിഷേധിക്കാൻ പാടില്ല. അമ്മ ജോലിക്ക് പോയാൽ ഈ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കും? ഈ കുഞ്ഞിന് ആര് പാല് കൊടുക്കും? ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ സംരക്ഷണം പരിപൂർണമായിട്ടും കുഞ്ഞിന് വേണം. അത് ഈ ആദ്യത്തെ കാലത്ത് പ്രത്യേകിച്ചും ആദ്യത്തെ 6 മാസം തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ആത്മബന്ധം വളർന്ന് വികസിക്കാൻ തീർച്ചയായിട്ടും അവർ തമ്മിൽ അത്ര അടുത്തിടപഴകണം. അതിനെ അകറ്റി, അവരെ തമ്മിൽ അകറ്റി മുന്നോട്ട് പോയാൽ അത് ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കും, കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും, അതിൻ്റെ സ്വഭാവത്തെ ബാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രസവ അവധി സാധാരണ 3 മാസമാണ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത്, അതിപ്പോൾ മാറ്റിയിട്ട് 6 മാസമാക്കി. അത് കുറച്ചുകൂടെ കൂട്ടാൻ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നു 9 മാസം വരെ ചിലപ്പോൾ കൂട്ടിയേക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ചില പരിഗണനകളുണ്ട്, അവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് കൂടി ആവശ്യമാണ്. അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിന് അത് ആവശ്യമാണ്. അടുത്ത തലമുറയെ വളർത്തി വികസിപ്പിച്ച് ഉത്തമ പൗരന്മാരാക്കി എടുക്കാൻ തീർച്ചയായിട്ടും അമ്മമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ അവരെ വെറും എന്താ പറയുക തൊഴിലെടുക്കുന്ന യന്ത്രങ്ങളായിട്ട് കാണുന്നത് തെറ്റാണ്. ഒരിക്കലും സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണരുത്. പുരുഷൻ കായികമായ ശേഷിയുള്ള ആളാണ്, അതുകൊണ്ട് പുരുഷന് കൂടുതൽ അധ്വാനിക്കാൻ സാധിക്കും, അതൊരു സത്യം തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷെ സ്ത്രീകളോട് കാട്ടേണ്ട കരുതൽ സുപ്രീം കോടതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ ജനങ്ങളെ, നമ്മുടെ പൗരന്മാരെ, നമ്മുടെ കീഴ്ക്കോടതികളെ, നമ്മുടെ ഭരണ സംവിധാനത്തെ ഒക്കെ ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീകളോട് കരുതൽ വേണം. അവരെ നമ്മൾ വെറും തൊഴിലെടുക്കുന്ന യന്ത്രങ്ങളായിട്ട് കാണരുത്. മറിച്ച് അവർ സമൂഹ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചെയ്തികൾ ഈ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്തതി ഉൽപ്പാദനം, ആ സന്തതികളെ വളർത്തിയെടുക്കുന്നതും ഒക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അത് അമ്മമാർക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ കോടതികൾ, നമ്മുടെ ഭരണ സംവിധാനം, ഉദ്യോഗസ്ഥന്മാർ, സാധാരണ മനുഷ്യരൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു നിരീക്ഷണമാണ്, അല്ലേ? തീർച്ചയായിട്ടും എനിക്കങ്ങനെയാണ് തോന്നുന്നത്. സുപ്രീം കോടതി പലപ്പോഴും സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള പല നിരീക്ഷണങ്ങളും നമുക്ക് വളരെ പ്രയോജനം ചെയ്യും, വളരെ ഗുണം ചെയ്യും. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്. എന്താ, അവർ സ്ത്രീകളല്ലേ, അവർ ഇതൊക്കെ അങ്ങ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം നടക്കും. നമ്മളങ്ങനെയാണല്ലോ വീട്ടിൽ. നമ്മൾ വന്ന് ആഹാരം കഴിക്കാൻ നേരെ ഒന്ന് കൈ കഴുകി ഡൈനിങ് ടേബിളിലിരിക്കും. അച്ഛനാകട്ടെ ആൺമക്കളാകട്ടെ. അമ്മ പാവം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന അമ്മയായിരിക്കും, പക്ഷേ അവർ പോയി പാത്രം കഴുകി എടുത്തുകൊണ്ട് വന്ന് ആഹാരം നമുക്ക് ആ മേശപ്പുറത്ത് തന്നെ ആഹാരം ഉണ്ടാവും, അത് വിളമ്പിത്തരും. ശരിയാണ്, അമ്മ കഴിക്കുന്ന ആഹാരത്തിന് രുചി കൂടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലുപരി നമുക്ക് ആ പാത്രം എടുത്തൊന്ന് കഴുകി, ഈ ആൺകുട്ടികൾക്കും അച്ഛനും എന്തുകൊണ്ട് ആ പാത്രം എടുത്ത് കഴുകി ഒന്ന് ആഹാരം വിളമ്പി കഴിച്ചുകൂടാ? അമ്മയ്ക്ക് അത്രയും ഒരു മുതിർന്നില്ലേ, കൊച്ചുകുട്ടികളല്ലല്ലോ, മുതിർന്നല്ലോ, എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന ചോദ്യം നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വളരെ അർത്ഥവത്താണ്. ഇത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ, ആണുങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണ സംവിധാനത്തിൻ്റെയും കോടതിയുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്.